നമസ്കാരം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നിങ്ങളുടെ എന്ത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിലൊരു സംശയമുണ്ട്. അപ്പോ അത് സംശയം ശരിയാണോ തെറ്റാണോ അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്നെ റീഡിങ്ങിന് വേണ്ടി കോൺടാക്ട് ചെയ്യണം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഈ ഒരു റീഡിങ്ങിനെ കുറിച്ച് ഭഗവാനെ ഇവരെന്താണ് അറിയേണ്ടത് അതൊന്ന് പറയണേ ഭഗവാനെ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇനി കാർഡ്സ് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കാം. ചില സമയത്ത് ഒരു കാര്യം പറയുള്ളൂ, വളരെ ആക്യുറേറ്റ് ആയിരിക്കും അത്. പിന്നെ ഞാൻ അധികം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഭഗവാന്റെ ഒരു ചിന്ത. ഓക്കെ, ഇത് ഹെൽപ്പിംഗ് ഹാൻഡിന്റെ കാർഡാണ് വന്നേക്കുന്നത്. ഇത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ സഹായത്തിന് പ്രത്യുപകാരം നമ്മൾ പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നത്. കാരണം കർമ്മവും ഫലവും, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾക്ക് ദൈവമാണ് തരുന്നത്, മറ്റു മനുഷ്യരല്ല, അല്ലെങ്കിൽ മറ്റാരുമല്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ട് സഹായിക്കണം. അയാള് ഫ്യൂച്ചറിൽ എനിക്ക് ഇയാളെ കൊണ്ട് ഗുണം വരും എന്ന ഒരു ചിന്തയിൽ സഹായിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാ മെജോറിറ്റി ആളുകളും ഈ ഒരു ചിന്തയിലാണ് മറ്റുള്ളവരെ സഹായിക്കാറ്. അപ്പൊ അതൊന്ന് പറയുന്നു മാത്രം ഭഗവാൻ. ഓക്കെ, ഫൈൻ. നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു സങ്കടം, അയ്യോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഉപദ്രവിച്ചു, എന്നെ വഴക്ക് പറഞ്ഞു എന്നൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ അതൊന്ന് മാറ്റാൻ, സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് നമുക്ക് ഇതാണ് കാര്യം എന്ന്. ഓൾറൈറ്റ്, നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ സംശയത്തിന്റെ, എന്താണ് നിങ്ങളുടെ സംശയം, നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് സംശയം, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. നിങ്ങൾക്ക് എന്ത് കാര്യമാണ് സംശയമുള്ളത്? എന്താണ് നിങ്ങളുടെ സംശയം? അതാണ് നമ്മളുടെ ചോദ്യം. നിങ്ങളുടെ സംശയം ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. 2 ഓഫ് പെന്റക്കിൾസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളിപ്പം എന്ത് തരം റിലേഷൻഷിപ്പിലും ആയിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പില് നിങ്ങൾ അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റും അർഹിക്കുന്ന ഒരു വിലയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ സംശയം. മനസ്സിലായോ? അത് ജോലിയിലാവാം, നിങ്ങളുടെ പേഴ്സണൽ ലവ് റിലേഷൻഷിപ്പ് ആവാം, ഫാമിലിയിലാവാം, ബന്ധുക്കളുടെ ഇടയിലാവാം. മനസ്സിലായോ? ഇതൊരു നിങ്ങൾക്ക് അർഹിക്കുന്ന വില കിട്ടുന്നുണ്ടോ? ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് 2 ഓഫ് പെന്റക്കിൾസ് ആണ്. 2 ഓഫ് പെന്റക്കിൾസ് ആണ് ഒരാൾ ജഗിൾ ചെയ്യുന്നതാണ്. ഇവിടെ വേറൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ അർഹിക്കുന്ന വില നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം, ഇത് വേണോ വേണ്ടയോ, അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു പ്രത്യുപകാരം കൊണ്ടാണ് ഇത് കാണിച്ചത്, ഹെൽപ്പിംഗ് ഹാൻഡ് കാണിച്ചത്. എനിക്ക് അതിനുള്ള പ്രത്യുപകാരം കിട്ടുന്നില്ല എന്റെ ബന്ധത്തിൽ നിന്ന്. അപ്പൊ പിന്നെ ഞാൻ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലായി? ചിലപ്പോ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം. കാരണം 2 എണ്ണം കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഒരു ചോയ്സ് എടുക്കാനായിട്ടാണ്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അപ്പോ നിങ്ങളുടെ ഒരു സ്ഥിരമായ റിലേഷൻഷിപ്പും ഉണ്ട്, ഒരു തേർഡ് പാർട്ടി കണക്ഷനും ഉണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി കണക്ഷൻ, നിങ്ങൾ കൂടുതൽ എക്സ്പെക്ടേഷൻസ് തേർഡ് പാർട്ടി കണക്ഷനിലാണ്. കാരണം റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അപ്പോ വളരെയധികം ആഗ്രഹത്തോടെ, വളരെയധികം എക്സ്പെക്ടേഷനോടുകൂടെ നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷനിൽ കയറിയിട്ട് ആ കണക്ഷനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പെക്റ്റും ഒരു വിലയും ഒരു എന്താ പറയാ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. അപ്പൊ ഇതൊരു കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ മടങ്ങി പോകണോ അതോ ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്.
നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ. ഇത് വളരെ പ്രാക്ടിക്കലായ ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ ടോറസ് വെർഗോ കാപ്രിക്കോൺ എർത്ത് സൈൻ ആണ്. അത് സ്റ്റെബിലിറ്റി ഉള്ള സോഡിയാക് സൈൻസ് ആണ് എർത്ത് സൈൻസ്. വളരെ ഗ്രൗണ്ടഡ് ആണ്. ഇവിടെ ട്രാപ്പ് ചെയ്ത് പെട്ട പോലെ ഒരു ചിന്തയുണ്ട്. മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരു ട്രാപ്പ് ഉള്ള പോലെ, ഇതിനകത്ത് ഞാൻ പെട്ടുപോയോ എന്നൊരു ചിന്ത. അതാണ് നിങ്ങളുടെ സംശയം. എന്ന് വെച്ചാല് നിങ്ങള് ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ തീരുമാനമെടുക്കാനുള്ള സമയമായോ, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായി പോകുമോ? മനസ്സിലായോ? അപ്പൊ ശരിയായ തീരുമാനം എങ്ങനെ എടുക്കാം? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ, ഇത് ഞാനൊരു തീരുമാനം എടുത്താലേ എനിക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലായി പോകുമോ എന്നൊക്കെയാണ്. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഒരു ട്രാപ്പിലേക്ക് ചെന്ന് കയറുകയായിരിക്കുമോ ഞാൻ, പിന്നെ എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ ഇവിടെ ആർക്കോ ഉണ്ട്. ഓൾറൈറ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംശയം വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു സംശയം വന്നത്? അതാണ് നമ്മൾ നോക്കുന്നത് അടുത്തതായിട്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വന്നത്? നമ്മളുടെ അടുത്ത് ഹാങ്ഡ് മാൻ, പൈസീസ് സോഡിയാക് സൈൻ ഉണ്ട്. സംശയം വരാൻ കാരണം ഇവിടെ എവിടെയോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും കാര്യങ്ങൾ ശരിയായില്ല. നിങ്ങൾ വളരെ ഹാപ്പി ആവും ഈ ഒരു ബന്ധത്തിൽ എന്ന് നിങ്ങൾ വിചാരിച്ചു. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്താ പറയാ, വളരെയധികം സന്തോഷം കിട്ടും എന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. നിങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തിനൊരു വളരെ ഒരു എന്താ പറയാ, ഒരു തലോടലാവും ഈ ഒരു ബന്ധം എന്ന് നിങ്ങൾ വിചാരിച്ചു. വളരെയധികം സന്തോഷം ഇവിടെ നിന്ന് പ്രതീക്ഷ, അങ്ങനെയാണ് തുടക്കത്തിൽ കണ്ടത് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് കേറാനുള്ള ധൈര്യം കാണിച്ചത്. യൂഷ്വലി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളല്ല. മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് നിങ്ങൾ എന്തോ കണ്ടു, എനിക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കണ്ടിട്ടാണ് നിങ്ങൾ ഇത് എന്താ പറയാ, ഇവരെ സഹായിച്ചതും. നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ ഇവരെ സഹായിച്ചപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് കുറെ പ്രതീക്ഷിച്ചു. പക്ഷെ പ്രതീക്ഷയ്ക്കൊപ്പം ഈ റിലേഷൻഷിപ്പ് വളർന്നില്ല. അവര് നിങ്ങൾ കൊടുത്ത സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചിട്ട് നിങ്ങളോട് അത്രയും സ്നേഹമോ ഒരു റെസ്പെക്റ്റോ ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്കൊരു വിലയില്ലാത്ത പോലെയാണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു നിങ്ങളുടെ മനസ്സിന്റെ ചിന്തയാണോ, ഇതെന്റെ സംശയം മാത്രമാണോ എന്നതാണ്. അപ്പൊ ഈ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തീരുമാനമെടുത്താൽ തെറ്റായി പോയത്, ഇത് ശരിയായില്ലെങ്കിലോ, ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊപ്പം ഈ റിലേഷൻഷിപ്പ് വളരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. പൈസീസ് സോഡിയാക് സൈൻ ആണ്. അപ്പൊ പക്ഷെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ ഇത് സംശയദൃഷ്ടിയോടെ ഇത് നോക്കുന്നതാണ് റിലേഷൻഷിപ്പിനെ. കാരണം നമ്മൾ ഒരു കാര്യം വിട്ടിട്ട് വേറൊരു സാധനത്തിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കണം. ഇതിലും കഷ്ടമാണ് നമ്മൾ ചെന്ന് കയറുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് ആ ഒരു കാര്യം അർത്ഥമില്ലല്ലോ. അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത. ഇതാണ് കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും റിലേഷൻഷിപ്പ് അങ്ങോട്ട് നിങ്ങൾക്ക് അത്രയും ഹാപ്പിനെസ് കിട്ടുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു സംശയം കിടക്കുന്നു. ഇത് വെറുതെ എന്നെ ഉപയോഗിക്കുന്നതാണോ? ശരിക്കും ഈ വ്യക്തിക്ക് എന്നോട് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ വളരെയധികം എക്സ്പെക്ട് ചെയ്തു ഈ റിലേഷൻഷിപ്പിൽ ഇതൊരു എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന്. പക്ഷെ ഇത് എവിടെ എത്തിയില്ല. അതാണ് നിങ്ങളുടെ വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങളുടെ ചിന്ത സത്യമാണോ? ശരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളെ ഈ വ്യക്തി ഉപയോഗിക്കുന്നതാണോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ ഉപയോഗിക്കുന്നതല്ല. ഈ വ്യക്തി ഈ വ്യക്തി റെസിസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞത് കൊണ്ടോ? ഒരാള് വടികൊണ്ട് ഈ വരുന്നവരെല്ലാം എതിർത്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ വ്യക്തി ഈ ഒരു എതിർപ്പ് ചിലപ്പോൾ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നതാവാം വ്യക്തി. കാരണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ലായിരിക്കാം. ഇതിനകത്ത് റിലേഷൻഷിപ്പിൽ ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പ് തമാശക്ക് തുടങ്ങിയാൽ അതിൽ സീരിയസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ പെട്ടുപോകും. പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ കിടക്കുന്നു. അതിനിടയിൽ ഒരു റിലേഷൻഷിപ്പ് വന്ന് നമ്മൾ തമാശക്ക് അതിൽ കയറി കഴിഞ്ഞാൽ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതുമില്ല ഇതുമില്ല, ആകെ അവിയൽ പരിഭവം. അതുകൊണ്ടാണ് ഇവരെ ആലോചിക്കുന്നത് എന്നാണ് ഒന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇവർക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
ഇവർക്ക് അങ്ങനെ തോന്നണ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. പലരും ഇതിനകത്തുണ്ട്. ഇവരുടെ ഫാമിലിയിലുള്ളവർ, ഇവരുടെ മക്കൾ, ഇവരുടെ ഭർത്താവ്, ഭാര്യ, ഇതിപ്പോ ഒരു ജോലിയാണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ ബോർഡ് ഓഫ് മെമ്പേഴ്സ്, കുറെ ആളുകളുണ്ട് ഇതിനകത്ത് ഇവരെ കൂടാതെ. അപ്പൊ അവരെയെല്ലാം പ്രീതിപ്പെടുത്തണം ഇവർക്ക്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവര് റെസിസ്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ അങ്ങോട്ട് ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാല് ഇവർക്ക് മനസ്സുകൊണ്ട് നിങ്ങളെ അവര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ബന്ധം ചാലഞ്ച് ആവും. ഒരു 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 എന്താ പറയാ, ഒരു ചക്രവ്യൂഹം പോലെ ആവും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ചക്രവ്യൂഹം പോലെ ആകും എന്നൊരു ടെൻഷൻ ഇവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാതെ ഇവര് നിങ്ങളെ ഉപയോഗിക്കുകയല്ല. മനസ്സിലായോ? ഇവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവർക്ക് പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനം എടുക്കണം. ഒരു ജോലിയാണെങ്കിൽ പലരുടെയും അഭിപ്രായം ചോദിക്കണം. എന്നാൽ ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഇവര് നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യും. പക്ഷെ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവര് നിങ്ങളെ യൂസ് ചെയ്യുന്നില്ല. ഇവര് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത. ഇവര് നിങ്ങളെ യൂസ് ചെയ്യുന്നില്ല. ഇവർക്ക് ഇവരുടെ പരിമിതികൾ അറിയാവുന്നത് കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കരുതെന്ന് വിചാരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ ചിലപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അത് സ്വീകരിക്കുന്നു. പക്ഷേ ഇവർക്ക് തിരിച്ച് നിങ്ങൾക്ക് ഒന്നും തരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് കാർഡുകൾ ഇങ്ങനെ ഇത്രയും കാർഡൊക്കെ വന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായി. എനിക്കൊരു 3-4 കാർഡ് തരണം പ്ലീസ് 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 പ്ലീസ്. ഭഗവാനെ, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഭഗവാനെ, എനിക്കൊരു 3 കാർഡ് തരണേ ഭഗവാൻ. ഭഗവാനെ, വന്ന കാർഡ് എടുത്തില്ല, അതുകൊണ്ട് ദേഷ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ വന്ന കാർഡുകൾ എടുക്കും. ഇത് ഒരു 4 കാർഡ് ഉണ്ട്. താങ്ക് യു. അപ്പോ നിങ്ങൾ 5 കാർഡ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥയിൽ. ഞാൻ പറയുന്നത് ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തത്, ഈ വ്യക്തിയെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവരെ പണ്ടേ പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു വിശ്വാസമുണ്ട്. ഇവിടെ ഇവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളും ഇവരുമായിട്ട് വളരെയധികം യോജിച്ചു പോകാനുള്ള ഒരു ചാൻസ് നിങ്ങൾ കണ്ടു. പല ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്തതാണ് ഈ ഒരു റിലേഷൻഷിപ്പോ ഒരു ജോലിയോ എന്തുമായിക്കോട്ടെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങള് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഈ നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങളുടെ എക്സ്പെക്ടേഷനൊപ്പം ഇവർക്ക് പെരുമാറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യം ഇനി അവർക്ക് കൊടുക്കാതിരിക്കുക. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുക. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. നിങ്ങളുടെ കൺട്രോളിൽ ഒന്നും നിൽക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. കാരണം അതുപോലത്തെ പെരുമാറ്റമാണ് അവിടെ നിന്ന്. പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ ഇവർക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കണമെന്നോ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഒന്നും ഇവർക്കില്ല. കാരണം നേരത്തെ നമ്മൾ കണ്ട പോലെ ഇവർക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. പലരോടും ഇവർ ആൻസറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റില്ല. ഇതിപ്പോ നിങ്ങള് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആർക്കെങ്കിലും പൈസ കൊടുത്തതാണെങ്കിൽ തന്നെ, മനസ്സിലായോ, അവരും വിചാരിച്ചിരുന്നു നിങ്ങൾക്ക് ഇതൊക്കെ നേടിത്തരാൻ, നിങ്ങൾ കൊടുത്ത പൈസക്കെല്ലാം ഉപകാരം ചെയ്തു തരാൻ പറ്റുമെന്ന് അവർ വിചാരിച്ചിരുന്നു. പക്ഷെ നടക്കില്ല. അപ്പൊ യൂണിവേഴ്സ് പറയുന്ന, ഇനി ഇതിനകത്ത് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണ്ട.
നിങ്ങൾ ചൂസ് ചെയ്ത ഒരാളാണ്, ശരിയാണ്, പലരിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്താണ്. പക്ഷെ ഇവിടെ നിങ്ങൾ വിചാരിച്ച അത്രയും നിങ്ങൾക്ക് സന്തോഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യുപകാരമോ കിട്ടില്ല. മനസ്സിലായി? നിങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇറങ്ങിക്കോളൂ എന്നാണ്, ഈ ബന്ധത്തിൽ നിന്ന്, എന്തുതരം ബന്ധമായിക്കോട്ടെ, ജോലി എന്തുമായിക്കോട്ടെ, ഇതിൽ നിന്ന് ഇറങ്ങിക്കോളാനാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോ നിങ്ങൾ ധൈര്യം സംഭരിച്ച് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട്, കാരണം നമ്മളെ കുറെ പൈസ, ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരാൾക്ക് കുറെ കാര്യങ്ങൾ അങ്ങ് കൈ അയച്ച് അങ്ങ് കൊടുത്തു. അപ്പൊ അത് നമുക്ക് ഒന്നും കിട്ടാതെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അത് വലിയ നഷ്ടമാണ്, വലിയൊരു ഭാരമാണ്. ദൈവമേ, എന്തോരം പൈസ ഞാൻ വേസ്റ്റ് ആക്കി, അല്ലെങ്കിൽ എന്തോരം സമയം, എന്തോരം എഫേർട്ട് ഞാൻ വേസ്റ്റ് ആക്കി. വേറൊരാൾക്ക് എനിക്കൊരു ഓപ്ഷൻ തന്നിട്ട് ഞാൻ അതെടുക്കാണ്ടാണ് ഇതെടുത്തത്. പല അവസ്ഥകളാണ് നിങ്ങളുടെ. അപ്പോ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും. അതുകൊണ്ടാണ് സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം ആ ചിന്തകളെല്ലാം നിങ്ങൾ ഒന്ന് അടക്കി വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. കാരണം ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടില്ല. ഇവര് മനഃപൂർവ്വം നിങ്ങളെ യൂസ് ചെയ്യുന്നതല്ല, പക്ഷെ ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതാണ്. അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കാലത്തെ ഇനി കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ഇറങ്ങിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കേട്ടോ? അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇവര് യൂസ് ചെയ്യല്ല നിങ്ങളെ. ഇവരെ കൊണ്ട് കഴിയില്ല. അതാണ്. അപ്പൊ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. കൊടുത്ത കാര്യങ്ങൾ തിരിച്ചു കിട്ടുന്ന കാര്യം സംശയമാണ്. കേട്ടോ? ലിയോ, പിന്നെ പൈസീസ് ഉണ്ട് ഇവിടെ, ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.